നമസ്കാരം. നവീൻ ബാബു കേസിൽ ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിക്കാത്ത പക്ഷം ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സൂചന. കേസിൽ ദുരൂഹതകൾ നീക്കാൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിയാത്ത സാഹചര്യത്തിലും CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിലുമാണ് മഞ്ജുഷയുടെ ഈ നീക്കം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം കള്ളക്കളികൾ നടന്നുവെന്നും തെറ്റ് സംഭവിച്ചുവെന്നും വ്യക്തമായ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊന്നും ഗൗരവകരമായി കണ്ട് അന്വേഷണം ശക്തിപ്പെടുത്താത്ത നടപടിക്കെതിരെ അമർഷമുയരുകയാണ്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ഇൻക്വസ്റ്റിലെയും വിവരങ്ങളിലെ പരസ്പര വിരുദ്ധത തന്നെയാണ് ഇതിലെ ഏറ്റവുമധികം ചർച്ചയാവുന്ന കാര്യം. അടിവസ്ത്രത്തിലെ രക്തക്കറ സൂചിപ്പിക്കുന്നത് നവീന്റെ മർമ്മസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ടായേക്കാവുന്ന മർദ്ദനമാണ്. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിനെ മർമ്മം നോക്കി ചവിട്ടി ബോധം കെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയിൽ വീട്ടുകാർ സംശയിക്കുന്നുണ്ട്. വൃഷണഭാഗത്ത് ചവിട്ടിയാൽ തൽക്ഷണം തന്നെ ബോധം പോകും. അതുകൊണ്ട് തന്നെ വൃഷണഭാഗത്ത് ചവിട്ടി ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏനൽ ഓറിഫേസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ വാസ് നോർമൽ എന്നാണ്. ഏനൽ ഓറിഫേസ് നോർമൽ ആണ് എങ്കിൽ പൈൽസിന്റെ ബ്ലീഡിംഗ് വരില്ല. അപ്പോൾ അതല്ല കാരണമെന്ന് വ്യക്തം. അതായത് മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മുറിവുകളും ഉള്ളതായി റിപ്പോർട്ടിലില്ല. അതല്ലാതെ രക്തം പോകണമെന്നുണ്ടെങ്കിൽ മുറിവ് ശരീരത്തിൽ പറ്റിയിട്ടുണ്ടാകണം. അങ്ങനെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ അടിവസ്ത്രത്തിൽ വന്നിരിക്കുന്ന ബ്ലഡ് മറ്റൊരു ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ് എന്ന് സംശയിക്കേണ്ടി വരും. സാധാരണയായി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു മർമ്മഭാഗത്ത് ശക്തമായൊരു ആഘാതമുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ രഹസ്യഭാഗങ്ങളിൽ രക്തം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നവീനെ മർദ്ദിച്ച് ബോധം കെടുത്തി കെട്ടിത്തൂക്കി എന്ന സംശയം ബലപ്പെടുന്നു. ഈ ഒരു സാധ്യത പരിശോധിക്കുമ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഇത്തരത്തിൽ നവീൻ ബാബുവിനെ ആരായിരിക്കും മർദ്ദനമേൽപ്പിച്ചിട്ടുണ്ടാവുക എന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞ ചില സാധ്യതകൾ. അതായത് കണ്ണൂരിലെ പാർട്ടിയുടെ പരിശീലനം സിദ്ധിച്ച ഗുണ്ടകൾ, അല്ലെങ്കിൽ കണ്ണൂർ ജയിലിനകത്ത് കിടന്നുകൊണ്ട് തന്നെ പാർട്ടിക്കായി പുറത്തെ കൊട്ടേഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്ന പാർട്ടി തീറ്റിപ്പോറ്റുന്ന ക്രിമിനലുകൾ. ഇവരായിരിക്കാം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം അതിവിദഗ്ധമായി ഇതിനെ ആത്മഹത്യയാക്കി ചിത്രീകരിച്ചതിനു പിന്നിൽ. കണ്ണൂരിന്റെ രാഷ്ട്രീയ മാടമ്പിത്തരങ്ങളും കൊലപാതക ചരിത്രങ്ങളും അടുത്തെറിഞ്ഞ അവരുടെ കൊലക്കത്തിക്ക് മുന്നിൽ ശരീരമാസകലം നുറുങ്ങി ജീവൻ മാത്രം അവശേഷിച്ച് ജീവിതം പടപുരുതി തിരിച്ചു പിടിച്ച പാണ്ഡ്യാല ഷാജിയെ പോലെ ഒരാൾ പറഞ്ഞ ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. അത്രത്തോളം സഖാക്കളുടെ നെഞ്ചിലെ പകയുടെ ചൂടും കൊലക്കത്തിയുടെ ചൂരും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മഞ്ജുഷയുടെ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് കടന്നാൽ തീർച്ചയായും കണ്ണൂരിന്റെ മണ്ണിൽ വെട്ടിവീഴ്ത്തി കുഴിച്ചു മൂടിയ പല ജീവനുകളുടെയും കഥകൾ കൂടി ഇതിനോടനുബന്ധമായി പുറത്തുവരും. അതുണ്ടാവാതിരിക്കാൻ മഞ്ജുഷയുടെ പോരാട്ടത്തിന് തടയിടുക എന്ന ഒരൊറ്റ മാർഗം മാത്രമേ സഖാവ് പിണറായി വിജയന്റെ മുന്നിലുള്ളൂ.